അടുത്ത വർഷം ലോകശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ ബ്രാൻഡ് ചെയ്യുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് റിയാസ്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 4ാം സീസണിന്റെയും കോട്ടയം മത്സരവള്ളംകളിയുടെയും ഉദ്ഘാടനം താഴത്തങ്ങാടിയിൽ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തീരദേശ ജില്ലകളെ സംഘടിപ്പിച്ച് CBL സംഘടിപ്പിക്കും. ടൂറിസം ഉൽപ്പന്നം എന്ന നിലയിൽ വലിയ തോതിലുള്ള പിന്തുണയാണ് സർക്കാർ വള്ളംകളിക്ക് നൽകുന്നത്. വള്ളംകളി നടക്കുന്ന മേഖലയിലെ ടൂറിസത്തിന് വളരെയധികം വളർച്ചയുണ്ടായിട്ടുണ്ട്. വിദേശ ടൂർ ഓപ്പറേറ്റർമാരെ കൂടി പങ്കെടുപ്പിച്ച് CBLന്റെ ബ്രാൻഡിംഗ് നടപ്പാക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബറിൽ നടക്കേണ്ട CBL തുടങ്ങാൻ വൈകിയത്. വേദികളുടെ എണ്ണം 6 കുറച്ചെങ്കിലും സമ്മാനത്തുകയിലോ ഇൻസെന്റീവുമോ കുറവ് വരുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. വലിയ നിലയിൽ താല്പര്യപ്പെടുന്ന അവരാകർഷിക്കുന്ന കായിക വിനോദമാണ് വള്ളംകളി. ഒരു ടൂറിസം ഉൽപ്പന്നം എന്ന നിലയിൽ വള്ളംകളിയെ വലിയ നിലയിൽ പ്രൊമോട്ട് ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന് വലിയ പ്രചാരം ലഭിച്ചു കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് വള്ളംകളിയെ സംയോജിപ്പിച്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് രൂപം നൽകിയത്. ഈ മേഖലയിലെ ടൂറിസം സംവിധാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് വള്ളംകളി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് CBLന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അന്താരാഷ്ട്ര പ്രശസ്തി നേടുന്ന നിലയിലേക്ക് വള്ളംകളിയെ വളർത്താനും CBLലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. പൊതുവെ ആ നിലയിലുള്ള മാർക്കറ്റിംഗാണ് സംഘടിപ്പിക്കുന്നത്. വള്ളംകളി നടത്തുന്ന പ്രദേശങ്ങളിലെ ടൂറിസം മേഖലയ്ക്കാകെ ഉണർവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. ചടങ്ങിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യവും പ്രൗഢിയുമുള്ള മത്സര വള്ളംകളിയാണ് കോട്ടയം മത്സര വള്ളംകളിയെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഭംഗിയായി വിജയകരമായി നടത്തി വരുന്ന ഘട്ടത്തിലാണ് CBLന്റെ പട്ടികയിൽപ്പെടുത്തി ഇതിനെ കൂടി ഏറ്റെടുക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാനിത് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അത് ഉൾപ്പെടുത്താമെന്ന് സമ്മതിക്കുകയും അതനുസരിച്ച് കോട്ടയം ഉദ്ഘാടനത്തിനായി അദ്ദേഹം തിരഞ്ഞെടുക്കുകയുമാണ് ഉണ്ടായത്. ഉദ്ഘാടനത്തെ തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ മാസ് ഡ്രിൽ നടന്നു. ജലഘോഷയാത്ര അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ കളക്ടറും CBL ജനറൽ കൺവീനറുമായ ജോൺ V സാമുവൽ പതാക ഉയർത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ P വിഷ്ണുരാജ്, ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദ്, കോട്ടയം നഗരസഭ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ K മേനോൻ, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് VB ബിനു, നഗരസഭാംഗങ്ങളായ ഷേബ മാർക്കോസ്, ജിഷ ജോഷി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KM ഷൈനിമോൾ, VS ഷമീമ, ബുഷ്ര തൽഹത്ത്, കോട്ടയം വെസ്റ്റ് ക്ലബ്ബ് പ്രസിഡന്റ് KG കുര്യച്ചൻ, വെസ്റ്റ് ക്ലബ്ബ് സെക്രട്ടറി അനീഷ് കുമാർ, കോർഡിനേറ്റർമാരായ സുനിൽ എബ്രഹാം, ലിയോ മാത്യു, KN ഷെഫീഖ്, ഫാലിൽ മന്നാനി എന്നിവർ പ്രസംഗിച്ചു. I4U ന്യൂസ്, ഏറ്റുമാനൂർ.